ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എനിക്ക് നേരിടേണ്ടി വന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന ഒരു തീരുമാനം എടുത്തത്, എനിക്ക് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് ഏകദേശം 1K ഒക്കെ ആവാറായപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ ഇതുപോലെ കുറേ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, അതുപോലെ അങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് ഞാനത് ആ ഒരു യൂട്യൂബ് ചാനൽ കളയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും അതൊരു വലിയ മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇടയ്ക്ക് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ ഭയങ്കര സപ്പോർട്ട്. അവൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര സപ്പോർട്ടാണ്. ചെയ്യ് വീഡിയോസൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു സപ്പോർട്ട് മെയിനായിട്ടുള്ള ഒരു റീസൺ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഡാൻസ്, ആക്ടിങ്, അതുപോലെ ഇങ്ങനെ കുറേ സംസാരിക്കുക, മറ്റുള്ളവരെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്ത് നിർത്തുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു എക്സ്ട്രാ ഏണിങ്സും ആകും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതും കഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫുള്ള് സപ്പോർട്ടാണ്. ആള് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫുൾ സപ്പോർട്ടാണ്. എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാതെ, നിനക്ക് എന്ത് ഇഷ്ടപ്പെട്ട കാര്യമാണോ ഉള്ളത്, അല്ലെങ്കിൽ നിന്നെ ഹാപ്പിയാക്കി നിർത്തുന്ന എന്ത് കാര്യമാണോ ഉള്ളത്, നീ അത് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ നിനക്ക് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യുക. അത് വേറെ ആരെയും നോക്കണ്ട, അവരൊന്നും അല്ലല്ലോ നമുക്ക് ചിലവിന് തരുന്നത് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ ഒരു ഇത് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോയി ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്കില്ല. അത് മാത്രമല്ല, എനിക്ക് ആസ്മ, അതുപോലെ അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വലിയ വർക്കുകൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അത് മറ്റൊരു റീസൺ. എനിക്ക് ജോലിക്ക് പോകാമെന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, നീ ഫുഡൊക്കെ കഴിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഇതുവരെ ജോലിക്ക് പോകാത്ത എന്താണ്, അല്ലെങ്കിൽ അതിനെന്താ ശ്രമിക്കാത്ത, അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും മോനാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മുടെ ആ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇവരുണ്ടല്ലോ, അവരുണ്ടല്ലോ, അവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 100 പേരിൽ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആവും, അല്ലെങ്കിൽ നമ്മളെ അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ വെറുതെയാണ്, ഒന്നും നടക്കില്ല. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ വരുന്നത്. ഈ പറയുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു അനുഭവമാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ എക്സ്ട്രാ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയ സപ്പോർട്ട്, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, അതുപോലെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ, അവരുടെയൊക്കെ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വിചാരിച്ച ആരും, അതായത് ഞാൻ വിചാരിച്ച എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവ്സോ ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായില്ല. കുറേ പേര് പറഞ്ഞു, ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ സമയത്ത് വല്ല ജോലിക്കും പോയിക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചിലർ പറയുന്നത് കേൾക്കാം, അവൾക്ക് അങ്ങനെയുള്ള ചമ്മലും നാണോ മാനോ ഒന്നും ഇല്ല, അതുകൊണ്ട് അവള് വീഡിയോസ് ഇടുന്നു എന്ന്. പക്ഷെ അത്
അത് എൻ്റെ ഒരു ടാലൻ്റ് ആയിട്ടാണ് ഗൈസ് ഞാൻ കാണുന്നത്. കാരണം ചിലപ്പോൾ അവർക്ക് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ വേറെ ആരും ചെയ്തു തരാനായിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ടാലൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് തോന്നുന്നത് എനിക്ക് നാണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഐ ഡോണ്ട് കെയർ. എനിക്ക് അതിലൊന്നും വലിയ ഇതില്ല. എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. അവർ നമുക്കൊന്നും ഇപ്പം നമ്മുടെ സക്സസ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ പറയുമായിരിക്കും അവളെൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവളെൻ്റെ റിലേറ്റീവാണ്, അവളെൻ്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതുവരെയുള്ള ഒരു ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഫൈറ്റ് ചെയ്ത് നേടാൻ തന്നെയായിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിക്കോട്ടെ എന്ത് കാര്യവും ആയിക്കോട്ടെ നിങ്ങളത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. നമ്മളെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് നിർത്തിപ്പോക്കോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എന്താണോ ഫോക്കസ് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക. നമുക്ക് എന്താണോ ഇഷ്ടം, ഇപ്പം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ എന്തൊക്കെ സങ്കടപ്പെടുന്ന കാര്യങ്ങളാണോ നമ്മുടെ ചുറ്റിലും നടക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഒരു ടൈമിൽ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റാരെ കൊണ്ട് നമ്മളെ ഹാപ്പി ആക്കി ഇരുത്താനായിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ. അപ്പോൾ ഓരോ മൊമെൻറ്റും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തിനാണ്, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കളിയാക്കി നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ. നമുക്ക് എന്താണോ സന്തോഷം, ചിലപ്പോൾ പാട്ട് കേൾക്കാനായിരിക്കും, എന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്നെ ഡൗൺ ആക്കാനായിട്ട് എന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സാധിക്കും. പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു, പെട്ടെന്ന് ഡൗൺ ആയി പോകും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതിലൊന്നും വലിയ പ്രശ്നമില്ല. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം നിങ്ങൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോക്കസ് എങ്ങടാണോ നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കേട്ട കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളും എനിക്ക് കുറച്ച് ആൾക്കാരോട് പറയാനുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അവർ എന്തായാലും ഈ വീഡിയോ എടുത്ത് കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അവർ കാണുകയാണെങ്കിൽ കേൾക്കട്ടെ. പിന്നെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കൊള്ളും. അപ്പോൾ കൊള്ളിക്കാൻ തന്നെയായിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. ഈ സപ്പോർട്ട് ഇനി മുന്നോട്ട് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോസും കൊച്ചു കൊച്ചു തമാശകളും കൊച്ചു കൊച്ചു എൻ്റർടൈൻമെൻറ്റും കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളും ഒക്കെയായിട്ട് നമ്മുടെ വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഇനി കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ കൂടാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.